ഈ ഹണി റോസിന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേകത തോന്നിയത്, ആ പെൺകുട്ടി പറഞ്ഞു എൻ്റെ പേര് മറച്ചു വെക്കേണ്ട കാര്യമില്ല, എൻ്റെ പേര് വെളിവാക്കണം. മാധ്യമങ്ങൾ എൻ്റെ പേര് മറച്ചു വെക്കേണ്ട കാര്യമില്ല, എൻ്റെ പേര് വെളിവാക്കിക്കോളൂ, ഞാൻ തരുന്ന പരാതിയാണ്. കാരണം എനിക്ക് ഇത് ബാക്കിയുള്ള ആളുകൾക്കും കൂടെ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണെന്നാണ് ആ ലേഡി പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ഒരു നല്ല കാഴ്ചപ്പാടാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് അവർ ധൈര്യമായിട്ട് അങ്ങ് ഇറങ്ങി. അതുപോലെയുള്ള ഇങ്ങനെയുള്ളവന്മാർ ഈ ഒളിച്ചിരുന്നു വേണ്ടി ചീത്ത പറയുന്നുണ്ടല്ലോ, മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം. മുഖത്ത് നോക്കി പറയാൻ അറിയാമെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞാൽ അടിയുള്ളൂ, അതാണ് പ്രശ്നം. ആ അറിയാൻ വയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒളിച്ചിരുന്നുകൊണ്ട് ഇങ്ങനെ ചീത്ത പറയരുത്, തെറി പറയരുത്. അത് തെറ്റാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കണം സുഹൃത്തുക്കളെ, നിങ്ങൾ ചെയ്യുന്ന മാന്യന്മാർ, അവരോടാണ് എനിക്കൊരു അപേക്ഷ ഉള്ളത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരിമാരെ കുറിച്ചോ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരെ കുറിച്ചോ ഒക്കെ ഇതുപോലെ ആരെങ്കിലും പറയാനിടയായാൽ നിങ്ങൾക്ക് എന്ത് സങ്കടം വരും, വിഷമം വരും, അവർക്കെന്ത് വിഷമം വരും, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെയാണ് ഏത് സ്ത്രീയുടെയും മനസ്സ്, അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ ബന്ധുക്കളുടെ മനസ്സ് അതുപോലെയാണ്. അത് നിങ്ങളൊന്ന് തിരിച്ചറിയുക. ഇങ്ങനെ ആരെയും ആക്ഷേപിക്കരുത്, ആരെയും. ഇത് എത്ര പേരാണെന്നറിയോ ഈ ആക്ഷേപം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട്, ഒരുപാട് പേര്. കാരണം അവരിതൊന്ന് പറയാം, അവർക്ക് ഒരിക്കലും ക്ലാരിഫൈ ചെയ്യാൻ ഒക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവർ എന്ത് വാ തുറന്നാലേ അവർ തെറിയാണ്, ആ രീതിയിലാണ്. അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതുകൊണ്ട് എന്താ ലാഭം കിട്ടുന്ന സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ചിന്തിക്കുക.